ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഇലക്ട്രോൺ കട്ടൗട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇലക്ട്രോൺ കട്ടൗട്ട് നമ്മൾ ബേസിക്കലി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീം മോഡിഫിക്കേഷൻ്റെ പാർട്ടായിട്ടാണ്. എസ്പെഷ്യലി നമ്മുടെ ഇലക്ട്രോൺ ബീംസ് വെച്ചിട്ട് നമ്മൾ സൂപ്പർഫിഷ്യൽ ഏരിയയും കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ ഇലക്ട്രോൺ ബീമിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഫോട്ടോണിനെ നമുക്ക് ബീം മോഡിഫൈ ചെയ്യാനായിട്ട് ഇൻബിൽറ്റ് ആയിട്ട് MLC നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇലക്ട്രോണിനെ നമ്മൾ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ കട്ടൗട്ടുകൾ ഉണ്ടാക്കി അത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇലക്ട്രോൺ ബീമിനെ മോഡിഫൈ ചെയ്ത് ആ എക്സാക്ട് ട്യൂമർ സൈസിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ഇതൊരു ഇലക്ട്രോൺ കട്ടൗട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഓൾറെഡി പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പിൽ എങ്ങനെ നമുക്ക് ഇലക്ട്രോൺ കട്ടൗട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ട്യൂട്ടോറിയലിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ അലോയിൻ്റെ പേര്, ഒരു തരം അലോയാണ്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ചർ ഓഫ് മെറ്റൽസ് എന്നാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഷോർട്ട് ഫോം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനായിട്ട് പറയുവാണെങ്കിൽ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്ന അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറോബെൻറ്റ് അല്ലെങ്കിൽ ലിപ്പോവിറ്റ്സ് എന്ന് പറയുന്ന അലോയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിൻ്റെ കണ്ടൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്, ടിന്ന്, ബിസ്മത്ത്, കാഡ്മിയം. ഇന്നത്തെ പുതിയ ഇതിൽ ഈ അലോയ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഡ്മിയം ഫ്രീ ആയിട്ടുള്ള അലോയ്സ് നമുക്ക് ഇപ്പം വിപണിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 കോമ്പിനേഷനുള്ള അലോയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഷീൽഡിങ് കിട്ടും. അതോടൊപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവാണ്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമുക്കൊരു മൗൾ റൂമിൽ ഒരു 70 ഡിഗ്രി സെൽഷ്യസ് 65 to 70 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ തന്നെ ഇത് നമുക്ക് ഉരുക്കിയെടുത്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ഇലക്ട്രോൺ കട്ടൗട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലെഡ് അതുപോലെ തന്നെ കാഡ്മിയം ഇത് അടങ്ങിയിട്ടുണ്ട്. ഇതിന് മോൾട്ടൺ സ്റ്റേറ്റിൽ, അതായത് ലിക്വിഡ് ആക്കുന്ന സ്റ്റേറ്റിലുള്ള സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന വേപ്പേഴ്സ് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബെയർ ഹാൻഡുകൾ കൊണ്ട് നമ്മൾ ബെയർ സ്കിന്നിൽ ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പോയ്സണസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. എസ്പെഷ്യലി നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വേപ്പേഴ്സ് കൂടുതൽ ശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്മെല്ലിൻ്റെ സെൻസ് തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസീസ്, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയേഴ്സ്, അതുപോലെ തന്നെ ലിവർ പ്രോബ്ലംസ്, അങ്ങനെ നെർവ് പ്രോബ്ലംസ്, ഈവൻ ബോണിന് വരെ അഫക്റ്റ് ചെയ്യാവുന്ന ചില ഡിസീസുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൻ്റെ വേപ്പേഴ്സ് ശ്വസിച്ച് കഴിഞ്ഞാൽ. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വേപ്പേഴ്സ് ശ്വസിക്കുന്ന വഴി നമുക്ക് ഒരു ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസസും കൂടിയുണ്ട്. അപ്പോൾ എല്ലാ ടെക്നോളജിസ്റ്റും അല്ലെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെപ്പം ഇതുപോലത്തെ അലോയ് വെച്ചിട്ട് അല്ലെങ്കിൽ സെറോബെൻറ്റ് അല്ലെങ്കിൽ ലിപ്പോവിറ്റ്സ് എന്ന് പറഞ്ഞ ഈ അലോയ് വെച്ചിട്ട് ഏതെങ്കിലും ഇലക്ട്രോൺ കട്ടൗട്ടും കാര്യങ്ങളും ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ടാകണം. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടാകണം. ബെയർ ഹാൻഡ് കൊണ്ട് നിങ്ങൾ ഇത് അധികം ടച്ച് ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ വേപ്പേഴ്സ് ശ്വസിക്കാതെ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടാകണം. ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ആപ്ലിക്കേറ്റേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനിയുള്ള സ്റ്റേജുകളിൽ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണുന്നത്. അപ്പം സ്റ്റേ ട്യൂൺ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ് നമുക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാനുള്ള ബ്ലോക്കിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളും. അപ്പം നമുക്കിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് 15x20 എന്ന് പറഞ്ഞതാണ്. ആ ബ്ലോക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സ്റ്റൈറോഫോം പാഡിൽ 15x20 മെഷർ ചെയ്യണം കറക്റ്റ്. നമ്മൾ 15x20 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് നമ്മളിത് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാം. നമ്മളിനി സ്റ്റൈറോഫോം പാഡ് കട്ടർ വെച്ചിട്ട് സ്റ്റൈറോഫോം പാഡ് കട്ട് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ് എങ്ങനെയൊക്കെ നമുക്ക് ഈ പാഡ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ പാഡ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ സ്റ്റൈറോഫോം പാഡ് കട്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സ്റ്റൈറോഫോം പാഡ് കട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറ്റഡ് ആയിട്ടുള്ളൊരു കമ്പി അത് നമ്മുടെ ഈ പാഡിലൂടെ ഇതായി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ പലപ്പോഴും പല ഇതിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു സ്കെയിലും കൂടി വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്തത് കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച്
നമ്മൾ കട്ട് ചെയ്യുവാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നമ്മുടെ പാഡ് അല്ലെങ്കിൽ നമുക്ക് ആ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുത്തേക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. സ്കെയിൽ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കട്ട് ചെയ്യുന്നതിന് പറ്റും. പക്ഷേ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ആ ഒരു പെർഫെക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ മെഷർമെൻറ്റ് എടുത്തേക്കുന്ന 50/20 എന്നുള്ള ആ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. വളരെ സൂക്ഷിച്ച് വേണം നിങ്ങളിത് കട്ട് ചെയ്യാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹീറ്റഡ് ആയിട്ടുള്ള കമ്പിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ ഹീറ്റഡ് ആയിട്ടുള്ള കമ്പിയിൽ നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ട് ഒന്നും പിടിക്കാൻ പാടില്ല. അത്രയ്ക്ക് കെയർഫുള്ളായിട്ടാണ് വേണം പിടിക്കാനായിട്ട്. അത് അത്രയും ഹീറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈയും കാര്യങ്ങളൊക്കെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഇഞ്ചുറി ആകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം നമ്മളത് അലോയും സ്റ്റൈറോഫോം പാഡ് കട്ടർ നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അത് ഹീറ്റായില്ലോ എന്ന് അറിയാനായിട്ട് ഒരിക്കലും അതിൽ പിടിച്ചു നോക്കരുത്. അതിന് പകരം ഞാൻ ഏറ്റവും ആദ്യം കാണിച്ച പോലെ ഈ സ്റ്റൈറോഫോം പാഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലൊന്ന് വെച്ച് നോക്കുക, അത് കട്ടായി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ കട്ടായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ വേണ്ടി പറ്റും അത് പ്രോപ്പറായിട്ട് ഹീറ്റഡ് ആയെന്ന്. അല്ലാതെ നേരെ കൈ കയറി പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് തന്നെ വേണം ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പ്രോപ്പറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ സ്റ്റൈറോഫോം പാഡ്. ആദ്യം യൂസ് ചെയ്യുന്നവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണും. നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തേക്കുന്ന സ്റ്റൈറോഫോം പാഡ് കറക്റ്റായിട്ട് മെഷർ ചെയ്യുവാണ്. നമുക്കിതിൻ്റെ കറക്റ്റായിട്ട് ഹാഫ് ആക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ കട്ടൗട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിമിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനുള്ള മെഷർമെൻറ്റ് ചെയ്ത് നേരെ പകുതിയാക്കി അതൊന്ന് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ആ സൈഡിലേക്കും കൂടി സൈഡ് എഡ്ജസും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫ്രെയിമിലേക്ക് വെക്കാനായിട്ട് സുഖമാകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ജസ്റ്റ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ടേക്കുന്നത് നമ്മുടെ മാർക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഗ്ലാസും ഇലക്ട്രോൺ ഫ്രെയിമും അതുപോലെ തന്നെ ഇലക്ട്രോൺ ആപ്ലിക്കേറ്റർ ഫ്രെയിമും അതിൻ്റെ ഗ്ലാസ്സുമാണ്. ഈ ഗ്ലാസ്സിൽ നമ്മൾ സെൻട്രൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരച്ച് വെച്ചേക്കുന്നത്. ഈ ഗ്ലാസ് പ്രോപ്പറായിട്ടുള്ള ഫ്രെയിമിൽ നമ്മൾ വെച്ച് കഴിഞ്ഞ ശേഷം ഈ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ക്ലിപ്പ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെൽറ്റഡ് അലോയ് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഊരിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന കറക്റ്റായിട്ട് കിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തേക്കുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാർക്ക് ചെയ്തേക്കുന്നതിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റൈറോഫോം പാഡ് വെക്കുക. അതിൻ്റെ ഒപ്പം 2 വെയിറ്റും കൂടി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മളുടെ അലോയ് മെൽറ്ററാണ്. അലോയ് മെൽറ്ററിൽ ഇത് അതിൻ്റെ കൺട്രോൾ കൺസോളാണ്. ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത് യൂഷ്വലി നമുക്ക് 70 ഡിഗ്രി സെൽഷ്യസിനുള്ളിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ അലോയ് അല്ലെങ്കിൽ ലിപ്പോബിറ്റ്സ് അല്ലെങ്കിൽ സെറോബെൻഡ് എന്ന് പറയുന്ന അലോയ് മെൽറ്റായി കിട്ടുള്ളൂ. ഇതിലാണ് നമ്മുടെ അലോയ് അല്ലെങ്കിൽ ലിപ്പോബിറ്റ്സ് ഇടുന്നത്. ഈ ഇലക്ട്രോൺ കട്ടൗട്ടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു പേഷ്യൻറ്റിന് ഉപയോഗിച്ച് കഴിഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വേറൊരു പേഷ്യൻറ്റിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ബെറ്ററാണ്. ഓക്കെ, ഇത് നമ്മൾ ക്ലോസ് ചെയ്തേക്കുന്ന ആ ലിഡൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ ആപ്ലിക്കേറ്റർ ഈ അലോയ് മെൽറ്റർ ഓണാക്കിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അതിനകത്ത് മെൽറ്റാകാൻ വേണ്ടിയിട്ടുള്ള കിടക്കുന്ന അലോയ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇത് പയ്യെ മെൽറ്റായി ലിക്വിഡ് ഫോമിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇത് നേരെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇലക്ട്രോൺ കട്ടൗട്ട് സ്റ്റൈറോഫോം പാഡ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ആപ്ലിക്കേറ്ററിൻ്റെ ഉള്ളിലേക്ക് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം 65 ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഏറ്റവും ഒപ്റ്റിമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡിയൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 65 to 70 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സ്റ്റൈറോഫോം പാഡ് ഉരുകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം എക്സ്പാൻഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ 2 എന്താ പറയുക പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം. അപ്പം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ്ലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കട്ടൗട്ട് അത് പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാനത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഇടുകയാണ്. നമ്മുടെ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന കട്ടൗട്ട് ഓൾറെഡി മെൽറ്റഡ് ആയിട്ടുണ്ട്. ആ മെൽറ്റഡ് ആയിട്ടുള്ള ഇതിലേക്കാണ് ഞാനിപ്പം അത് ഒഴിച്ചേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ആ സൈഡിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത്രത്തോളം ലിക്വിഡ് ഫോമിലേക്ക് അത് മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. ഈ ലിക്വിഡ് ഫോമിലേക്ക് വന്ന അലോയ് അല്ലെങ്കിൽ സെറോബെൻഡ് വേണം നമ്മൾ ഇതിലേക്ക് കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി കൺഫേം ചെയ്യുക നമ്മൾ വെച്ചേക്കുന്നതെല്ലാം കറക്റ്റാണെന്നുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മെൽറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെറോബെൻഡ് അല്ലെങ്കിൽ ലിപ്പോവിറ്റ്സ് എന്ന് പറഞ്ഞ ഇത് നമ്മുടെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് പോർ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ടുള്ള രീതിയിൽ പോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതെല്ലാ സ്ഥലത്തേക്കും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആകും. നമ്മളൊരു കപ്പ് വെച്ചിട്ടാണ് ഇത് പോർ ചെയ്യുന്നത്. സാധാരണ വേറെ അലോയ് മെൽറ്റേഴ്സും കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്ന് ഡയറക്റ്റ് പൈപ്പ് വഴി കണക്ട് ചെയ്യാനുള്ള ഇതുണ്ട്. പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന അലോയ് മെൽറ്റർ മെഷീനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കപ്പ് വെച്ച് പോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ ഫ്രെയിം കംപ്ലീറ്റ് ആകത്തക്ക രീതിയിൽ, ഫ്രെയിമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആകത്തക്ക രീതിയിൽ നമ്മൾ ഈ സെറോബെൻഡ് അല്ലെങ്കിൽ ലിപ്പോവിറ്റ്സ് എന്ന് പറഞ്ഞ ലിക്വിഡ് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളങ്ങനെ ഒഴിച്ച് നമ്മുടെ ഓൾമോസ്റ്റ് അത് കംപ്ലീറ്റ് ഫില്ലായിരിക്കുകയാണ്. ബാക്കി റിമൈനിങ് ഉള്ള ഏതെങ്കിലുമൊക്കെ പോർഷൻസ് ഫില്ലാകാത്ത പോലെ ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം. വൺസ് നമ്മുടെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെറോബിൻ അലോയ് മെൽറ്ററും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത് വൺസ് നമ്മൾ അത് പ്രോപ്പറായിട്ട് പോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇനി ഒരു നെക്സ്റ്റ് ഒരു 3 to 4 hours എടുക്കും ഇത് ഹാർഡായി കിട്ടാനായിട്ട്. വൺസ് ഇത് ഹാർഡായതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. വൺസ് നമ്മുടെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സോളിഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മളത് ജസ്റ്റ് ഒന്ന് അഴിച്ചു മാറ്റുവാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഗ്ലാസ് മാറ്റുന്നു. നല്ല ഹെവിയാണ്. 25x25 കട്ടൗട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കട്ടൗട്ടിൽ വെച്ചിട്ടുള്ള ഫ്രെയിം വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സ്റ്റൈറോഫോം പാഡ് പയ്യെ പുഷ് ചെയ്ത് നമ്മളെടുത്ത് ഒഴിവാക്കുക. നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയുള്ളൊരു ഫ്രെയിമും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ സൈഡും എഡ്ജസ്റ്റിൽ ചെറിയൊരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തടം പോലെയുള്ള മെറ്റീരിയൽസ് എന്തെങ്കിലും എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യും. എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് പൊന്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള കട്ടൗട്ട് കിട്ടും. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന കട്ടൗട്ട്. ഇത് ജസ്റ്റ് മാറിപ്പോവാതിരിക്കാനായിട്ട് ഏതാണ് ഡയമെൻഷനിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നതെന്നുള്ളത് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് അത് മാർക്ക് ചെയ്തുക, ഏത് ഡയമെൻഷനുകളാണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത്. ഇത്രയാണ് നമ്മൾ ഇലക്ട്രോൺ കട്ടൗട്ട് ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളും. ഓക്കെ, ഇത്രയും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ഈ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.